നമസ്കാരം. നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ലഭിക്കുന്ന ഒന്നാണ് ചേമ്പ്. ആഹാരമാക്കാൻ പറ്റുന്നവയും അല്ലാത്തവയുമുണ്ട്. ഇംഗ്ലീഷിൽ ചേമ്പിനെ കൊളക്കേഷ്യ എന്നാണ് വിളിക്കുന്നത്. ശാസ്ത്രീയ നാമം കൊളക്കേഷ്യ എക്സലൻറ്റ് എന്നാണ്. അരേസിയ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. സാധാരണ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിളയാണ് ചേമ്പ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ചേമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. മെയ് ജൂൺ മാസങ്ങളാണ് ചേമ്പ് കൃഷി തുടങ്ങുന്നതിന് ഏറ്റവും അനുയോജ്യം. നനവുള്ള സ്ഥലങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം. പല പ്രദേശങ്ങളിലും പല ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. കറുത്ത ചേമ്പ്, കണ്ണൻ ചേമ്പ്, വെളുത്ത ചേമ്പ്, മലയാരൻ ചേമ്പ്, കറുത്ത കണ്ണൻ, വെളുത്ത കണ്ണൻ, താമര കണ്ണൻ, വെട്ടത്ത് നാടൻ, വാഴച്ചേമ്പ്, കരിച്ചേമ്പ്, ശീമച്ചേമ്പ് എന്നിങ്ങനെ അനേകം പേരുകളിൽ കൃഷി ചെയ്യപ്പെടുന്നു. ഇവ കൂടാതെ അത്യുൽപാദന ശേഷിയുള്ള ശ്രീലക്ഷ്മി, ശ്രീ പല്ലവി എന്നീ ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നു. കൃഷിസ്ഥലം ആഴത്തിൽ കിളച്ച് 70 സെൻറ്റിമീറ്റർ അകലത്തിൽ വാരങ്ങൾ കോരണം. ഇതിലേക്ക് 1 സെൻറ്റിന് 40 മുതൽ 50 കിലോ കണക്കിൽ ജൈവവളം, അത് ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ ആവാം, ഇളക്കി ചേർക്കുക. ഇതിൽ 50 സെൻറ്റിമീറ്റർ അകലത്തിൽ 25 മുതൽ 35 ഗ്രാം തൂക്കം വരുന്ന ചേമ്പിൻ വിത്തുകൾ നടണം. രാസവളമാണ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതെങ്കിൽ ഹെക്ടറിന് 80 കിലോ നൈട്രജൻ, 25 കിലോ ഫോസ്ഫറസ്, 100 കിലോ പൊട്ടാഷ് എന്നിവ നൽകണം. മഴയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജലസേചനം നടത്തുന്നത് വിളവ് കൂട്ടാൻ സഹായിക്കും. വിത്ത് നട്ടതിന് ശേഷം പുതയിടണം. ഇത് കള വളരാതിരിക്കുവാനായിട്ട് സഹായിക്കും. ചേമ്പിനെ സാധാരണ രോഗങ്ങൾ വരാറില്ല. ഇലചീയൽ രോഗം ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. മഴക്കാലത്താണ് ഇത് കാണാറുള്ളത്. ഇതിന് പ്രതിവിധിയായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തയ്യാറാക്കി തളിക്കുകയോ ഡൈത്തേൺ M45 എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയോ ചെയ്യണം. നട്ട് 5-6 മാസം കഴിയുമ്പോൾ ചേമ്പ് വിളവെടുക്കുവാനായിട്ട് സമയമാകും. മാതൃ കിഴങ്ങുകളും പാർശ്വ കിഴങ്ങുകളും വിളവെടുപ്പിന് ശേഷം വേർതിരിക്കണം. മാതൃകിഴങ്ങിൽ നിന്നും വേർപ്പെടുത്തിയ പാർശ്വ കിഴങ്ങുകളെ തറയിൽ നിർത്തിയാൽ കുറേ നാളുകൾ കേടുകൂടാതെ ഇരിക്കും. മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് ദഹിക്കുന്നു ഈ ചേമ്പ് കഴിക്കുമ്പോൾ. കൊളസ്ട്രോൾ കുറയ്ക്കാനും അനാവശ്യ കൊഴുപ്പിന് തടയിടാനും സാധിക്കും. തളർച്ചയും ക്ഷീണത്തെയും ഇല്ലാതാക്കി ശരീരോർജ്ജവും മാനസികോർജ്ജവും നൽകുന്നു. പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൃത്യമാക്കും. ദിവസവും ചേമ്പ് കഴിച്ചാൽ ശരീരഭാരം കൂട്ടാനായിട്ട് സാധിക്കും. ചേമ്പിലെ കാർബോഹൈഡ്രേറ്റാണിത് സാധ്യമാക്കുന്നത്. ചേമ്പ് കഴിക്കുന്നത് ആരോഗ്യമുള്ള മുടിക്കും വളരെ നല്ലതാണ്. ഉയർന്ന അളവിൽ വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് താരനെയും തലമുടി കൊഴിച്ചിലിനെയും കഷണ്ടിയും ഒരളവ് വരെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ ഏതൊരു മലയാളിയുടെ ഭവനങ്ങളിൽ ഒരു പച്ചക്കറിയായി ഏറ്റവും എളുപ്പം വളർത്താവുന്ന ഒരു വിളയാണ് ചേമ്പ്.